പ്രസാദ്, വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. ഇനി അധികം വൈകില്ല, വോട്ടെടുപ്പ് നടക്കും. നിലമ്പൂരിന്റെ മനസ്സ് എവിടേക്കാണ് പോകുന്നതെന്ന് അതിലൂടെ നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും വിവാദങ്ങൾക്കും പാത്രമായ നിലമ്പൂരിന്റെ ഈ ഒരു യാത്ര, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും. അഖില, ഇനി അരമണിക്കൂർ മാത്രമാണ് പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തിനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഴ പെയ്തിട്ടും ആവേശം ഒട്ടും ചോരാതെ എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ, അവരുടെ സ്ഥാനാർത്ഥികൾ, അവരുടെ നേതാക്കന്മാർ എല്ലാവരും ഒരേ ആവേശത്തോടു കൂടി തന്നെ ഈ കുട്ടിക്കലാശം നടക്കുന്ന നിലമ്പൂരിന്റെ വിവിധ അങ്ങാടികളിൽ ഒരുമിച്ച് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും അവരുടെ ആവേശം അത് കടലുപോലെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഓരോ മേഖലയിലും ഇപ്പോൾ പാട്ടുകൾ പാടിയും എല്ലാം തന്നെ നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, അത് UDF-ന്റേതാണെങ്കിലും LDF-ന്റേതാണെങ്കിലും NDA-യുടേതാണെങ്കിലും അതുപോലെയുള്ള ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ്, എത്രത്തോളം വീറും വാശിയോടുകൂടിയാണ് അവരുടെ പ്രവർത്തകർ, അവരുടെ നേതാക്കന്മാർ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഒരു ഭരണപക്ഷത്തുള്ള MLA ആ മുഖ്യമന്ത്രിയോട് ഭരണപക്ഷത്തോട് വിയോജിച്ച് രാജിവെക്കുകയും അതിന്റെ ഭാഗമായി ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്, പക്ഷേ അദ്ദേഹത്തിന് എതിർപക്ഷത്തുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള UDF-ന്റെയോ NDA-യുടെയോ ഭാഗമാകാൻ കഴിയാതെ ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നു. അതിന് തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നിർണായക സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിന്റെ അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജയിച്ചാൽ, അത് ആര് ജയിച്ചാലും ജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം ചില സൂചനകളുണ്ട്. LDF ആണ് ജയിക്കുന്നതെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം 2 സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ 3ാം ടീമിന് കൂടിയുള്ള ഒരു ശുഭസൂചനയായി അവരെ സംബന്ധിച്ചിടത്തോളം അത് വിലയിരുത്താം. UDF ആണ് വിജയിക്കുന്നതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDF-ൽ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ ഒരു പുതിയ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് UDF-ന് ആത്മവിശ്വാസം നൽകുന്നതാണ് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെയും UDF-ന്റെയും ഭാഗമാകാതെ തന്നെ എങ്ങനെ തന്റെ ശക്തി, തന്റെ സ്വാധീനം തെളിയിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഓരോ പാർട്ടിക്കും, ഓരോ മുന്നണിക്കും, അതോടൊപ്പം മത്സരിക്കുന്ന ഓരോ ആളുകൾക്കും ഇതൊരു അവരെ സംബന്ധിച്ചിടത്തോളം അത്ര വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അഖിൽ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ വിഷയങ്ങളും ഒരുപക്ഷെ ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല, സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ ഒരു സംസ്ഥാന വിഷയങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, രാഷ്ട്രീയ സംവാദങ്ങൾ, അത് ദേശീയ തലത്തിലാണെങ്കിലും അന്തർദേശീയ തലത്തിലാണെങ്കിലും അത്തരം വിഷയങ്ങൾ പോലും സജീവമായി ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിഹത്യകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായി എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിഹത്യകൾ പോലും ഉണ്ടാകാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അങ്ങനെ മികച്ച രീതിയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിന്റെ അവസാന ആവേശം ഇപ്പോഴും മഴ പെയ്തു നിൽക്കുമ്പോൾ പോലും ഒരു തരി പോലും ചോരാതെ ആവേശത്തോടുകൂടി പ്രവർത്തകരും, അതിൽ കുട്ടികൾ ഉൾപ്പെടെ അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ പാർട്ടികളുടെ നേതാക്കന്മാർക്കൊപ്പം, അവരുടെ പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്യുന്ന, അഭിവാദ്യം അർപ്പിക്കുന്ന ആവേശത്തോടുകൂടി ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന കാഴ്ചകൾ അത് LDF-ന്റേതാണെങ്കിലും UDF-ന്റേതാണെങ്കിലും NDA-യുടേതാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി PV അൻവർ കലാശക്കൊട്ടിൽ നിന്ന് മാറി നിന്ന് അദ്ദേഹം അല്ലാതെ വീടുകൾ സന്ദർശിക്കുകയും വ്യക്തികളെ കാണുകയും എല്ലാം തന്നെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രചരണം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു കലാശക്കൊട്ടിൽ ഒരു കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു കലാശക്കൊട്ടിൽ നിന്ന് ഒരു വ്യത്യസ്ത കാഴ്ച കൂടി സമ്മാനിച്ച നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയും സംഭവിച്ചു. ഇനിയൊരു പക്ഷേ ഇതിനെ അനുകരിക്കാനോ അല്ലെങ്കിൽ അത് തുടരാനോ ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. കലാശക്കൊട്ട് ഒഴിവാക്കി ഈ സമയങ്ങൾ കൂടി കൂടുതൽ ആളുകളിലേക്ക് ചെല്ലാം എന്നൊക്കെ ഒരുപക്ഷെ ഭാവിയിൽ ആളുകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളൊക്കെ ആലോചിക്കാൻ ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ സ്വാധീനിക്കുമെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. രാവിലെ മുതൽ തന്നെ കലാശക്കൊട്ടിന്റെ ഈ ദിവസം രാവിലെ മുതൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും
അവർ പരമാവധി ഉച്ചവരെ അവർ പരമാവധി ആളുകളെ കാണുകയും പിന്നീട് റോഡ് ഷോയോട് കൂടി വഴിക്കടവിൽ നിന്നും അതോടൊപ്പം എടക്കരയിൽ നിന്നും അങ്ങനെ പല മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും റോഡ് ഷോയായി ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ നിലമ്പൂർ അങ്ങാടിയിലേക്ക് നിലമ്പൂർ ടൗണിലേക്ക് ഒരുമിച്ച് വരികയും ഇവിടെ അവരുടെ പരസ്യ പ്രചരണത്തിന്റെ സമാപനത്തിന് ആവേശപൂർവ്വം പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. കഴിഞ്ഞ 3 ആഴ്ചയായി ഇവിടുത്തെ ഓരോ പ്രവർത്തകരും ഓരോ പാർട്ടി പ്രവർത്തകരും അനുഭാവിയും പിന്തുണയ്ക്കുന്നവരും എല്ലാവരും ചെയ്തിരുന്ന കാര്യം അവരുടെ മുന്നണിക്ക് വേണ്ടി അച്ചടക്കത്തോടുകൂടി ചിട്ടയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരസ്യ പ്രചരണത്തിന്റെ ആ ഒരു സമാപനം കൂടിയാണിത്. അവർ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ അത് എങ്ങനെ ജനങ്ങളെ സ്വാധീനിച്ചു, അവരുടെ പാർട്ടി പ്രവർത്തകർക്കൊപ്പം അവരുടെ മുന്നണി പ്രവർത്തകർക്ക് പുറമെ കൂടുതൽ ആളുകളെ അതിന് പുറത്തു നിൽക്കുന്ന ആളുകളുടെ അവരെ മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന ആളുകളെ സ്വാധീനിക്കുകയും അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയും അത് വിജയിച്ചോ എന്നറിയാനെല്ലാം ഇനി കാത്തിരിക്കണം. പക്ഷേ ഇവരെല്ലാവരുടെയും അത് ഏത് മുന്നണിയാണെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും ആത്മവിശ്വാസങ്ങളിൽ അവരുടെ വാക്കുകളിൽ ഒരു ആത്മവിശ്വാസമുണ്ട്. അവർ ചെയ്ത ജോലി അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർ തൃപ്തരാണ് എന്നത് തന്നെയാണ് പറയുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണ നേട്ടങ്ങൾ, ഈ സർക്കാർ നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ പ്രചരണങ്ങൾ കൂടെയുണ്ടായത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് അവരുടെ ഭരണകക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ ഭരണത്തോടൊപ്പം ചേർന്നിരുന്ന PV അൻവറാണ് മുന്നണിയിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഒരു തരത്തിലും LDFിനെ ബാധിക്കില്ല, CPMനെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന LDFിന്റെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ UDFിന്റെ പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചിട്ടുള്ളത് ഇവിടെ UDF ആണ്. ആര്യാടൻ മുഹമ്മദ് 3 പതിറ്റാണ്ട് കാലത്തിലേറെ നിന്ന് ജയിച്ച ഒരു മണ്ഡലം, മന്ത്രിയായ മണ്ഡലം. അതോടൊപ്പം തന്നെ ആദ്യം ഈ മണ്ഡലത്തിന്റെ രൂപീകരണം തൊട്ട് ആദ്യത്തെ 2 തവണ CPM ആണ് വിജയിച്ചെങ്കിൽ പിന്നീടെല്ലാം കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരോ ആണ് വിജയിച്ചത്. TK ഹംസയും PV അൻവറും എല്ലാം LDFിന്റെ ഭാഗമായി വിജയിച്ചപ്പോൾ പോലും അവർക്കെല്ലാം തന്നെ കോൺഗ്രസിന്റെ പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ ഏറെക്കുറെ UDFിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ഏറ്റവും ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം UDFിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ക്ഷേമ പെൻഷനുകൾ വൈകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിശ്ശിക ഒരുമിച്ച് കൊടുത്തപ്പോൾ അത് കൈക്കൂലിക്ക് സമാനമാണ് എന്ന വിമർശനം വലിയ കോളിളക്കമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷം അതിനെ ശക്തമായി എതിർത്തു, ശക്തമായി വിമർശിച്ചു. അങ്ങനെ പറയുന്നത് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നതായിരുന്നു LDFിന്റെ വാദം. LDFിന്റെ മറുപടി അങ്ങനെയായിരുന്നു. അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കഴിഞ്ഞ കുറെ നാളുകളായി UDFിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ പോലും നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയുടെ പിന്തുണ, ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും ശക്തമായി വിമർശിച്ച ആര്യാടൻ മുഹമ്മദും പിന്നീട് ആര്യാടൻ ഷൗക്കത്തും എല്ലാം തന്നെ ആ പിന്തുണ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വിമർശനങ്ങൾ, അതിൽ ഇത്തരത്തിലുള്ള പരസ്യ പിന്തുണയോടുകൂടി വിമർശനം ഉന്നയിക്കുന്ന മറ്റ് സംഘടനകൾ, അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ ചർച്ചയിലേക്ക് വന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പറയേണ്ടത് വന്യജീവി പ്രശ്നം തന്നെയാണ്. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പോലും ഇവിടെ അത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പും ഒരാൾ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ പന്നിക്കിണിയിൽ കുടുങ്ങി ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായി. അങ്ങനെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ നീറുന്ന പ്രശ്നങ്ങളിലൊന്ന് വന്യജീവി പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഈ നാടിന്റെ ഇവിടുത്തെ ഓരോ വോട്ടർമാരുടെയും ആവശ്യമാണ്. അതിനെന്തെല്ലാം ചെയ്തു എന്ന് വ്യക്തമാക്കി LDFും സർക്കാർ എന്തെല്ലാം ചെയ്തില്ല എന്ന് വ്യക്തമാക്കി പ്രതിപക്ഷവും ശക്തമായ പ്രചരണം നടത്തി. അത് ആളുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നറിയാൻ നമുക്കിനി കാത്തിരിക്കണം. പക്ഷേ ആ പ്രചരണങ്ങളെല്ലാം അത് പൊതുയോഗങ്ങളിലൂടെയാണെങ്കിലും മൈക്ക് അനൗൺസ്മെന്റുകളിലൂടെയാണെങ്കിലും മറ്റു വാഹനങ്ങളിലൂടെയാണെങ്കിലും കാലം മാറുമ്പോൾ പുതിയ തരത്തിലുള്ള പ്രചരണ രീതികൾ, സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ കവലകളിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് പുറമേ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ട്. അപ്പം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് അവരുടെ പ്രചരണ വിഷയങ്ങൾ, അവരുടെ മുദ്രാവാക്യങ്ങൾ, അവരുടെ വാഗ്ദാനങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസം ഓരോ ആളുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ എല്ലാ മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളിൽ അവർ വിശ്വസിക്കുന്നു, അത് വിജയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മണ്ഡലത്തിന്റെ മനസ്സറിയാൻ കാത്തിരിക്കണം. പക്ഷേ കൊട്ടിക്കലാശം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമാണ്, അരമണിക്കൂറിൽ താഴെ മാത്രമാണ് ഇനി ഈ കൊട്ടിക്കലാശത്തിന് ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ പ്രവർത്തകർ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അതാത് സ്ഥലങ്ങളിലേക്ക് മടങ്ങും. ഇപ്പോൾ തന്നെ മറ്റ് നേതാക്കളെ
സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇന്നലെ തൊട്ട് ആളുകൾ മടങ്ങി തുടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് മടങ്ങും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാവിലെ തന്നെ മണ്ഡലത്തിൽ നിന്ന് മടങ്ങിയതാണ്. അപ്പോൾ ആ നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടെ തമ്പടിച്ചുകൊണ്ട്, സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ആ മണ്ഡലങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയും അതിനെ വിലയിരുത്തുകയും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഇനിയുള്ളത് ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ്. വോട്ടെടുപ്പിന് നാളെ നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം പോകുകയാണ്. ആളുകളുടെ മനസ്സ് അവിടെ വോട്ടിംഗ് മെഷീനിൽ പതിയുന്ന സമയത്ത് അതിൽ ഒരുപാട് പ്രതീക്ഷകൾ ഇവിടുത്തെ പ്രവർത്തകർ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി മുന്നണികൾ, പാർട്ടി നേതാക്കൾ അവരെല്ലാം തന്നെ വെച്ച് പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ മണ്ഡലത്തിൽ എല്ലാ വിഷയങ്ങളും സജീവ ചർച്ചയാക്കുകയും അതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന്, UDFന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം വിജയം വളരെ എളുപ്പത്തിൽ കഴിയും, അല്ലെങ്കിൽ എളുപ്പത്തിൽ നടക്കുമെന്ന് കരുതിയിട്ടാണ് ഈ മണ്ഡലത്തിന്റെ തന്നെ ഇവിടെയുണ്ടായിരുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു M സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതോടുകൂടി തന്നെ ഈ പോരാട്ടത്തിന് വലിയ വീറും വാശിയും എല്ലാം തന്നെ ഉണ്ടായി. എല്ലാ ആയുധവും ഉപയോഗിച്ച്, എല്ലാ ശക്തിയും ഉപയോഗിച്ച് LDFും UDFും പരസ്പരം മത്സരിക്കുന്ന സമയത്ത് PV അൻവർ അപ്രതീക്ഷിതമായി, PV അൻവർ തുടക്കത്തിലേ പറഞ്ഞിരുന്നത് മത്സരിക്കാനില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ PV അൻവറിന് അനുകൂലമായിരുന്നില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ PV അൻവറിന് എതിരായിരുന്നു. LDFിൽ നിന്ന് വിട്ടുപോയിട്ട് പോലും UDFന്റെ ഭാഗമാകാൻ കഴിയാതെ PV അൻവറിന് അവിടെ നിൽക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ PV അൻവർ കൂടി മത്സരത്തിനിറങ്ങുന്ന സമയത്ത് അതിന്റെ ആവേശവും വീറും വാശിയും എല്ലാം കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അതേപോലെ തന്നെ NDAക്ക് BJP ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ അല്ലെങ്കിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പം എല്ലാം തന്നെ മാറി BJP മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അതിന്റെ തലേ ദിവസം വരെ അതിന്റെ സംസ്ഥാന നേതാവായിരുന്ന ഒരാളെ BJPയുടെ അംഗത്വം പോലും എടുക്കാത്ത ഒരാളെ BJP സ്ഥാനാർത്ഥിയാക്കുക ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ BJP ആ പ്രഖ്യാപനത്തിന് ശേഷം വളരെ സജീവമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്ത് വലിയ തോതിൽ പ്രചരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, SDPI പോലെയുള്ള സംഘടനകൾ അവരെല്ലാം തന്നെ ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ, ഒരുപാട് രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ ഇവിടെ നമ്മൾ ഇതിന്റെ പ്രചരണ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ നമ്മളോടെല്ലാം തന്നെ ഓരോരുത്തരും ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ആ ജയത്തിന് ഇന്നയാൾ ജയിക്കും എന്ന് ഒരു പറച്ചിൽ മാത്രമല്ല, എന്തുകൊണ്ട് ജയിക്കുമെന്ന വിശദീകരണം കൂടി അവർ നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ അൻവർ വോട്ട് കൂടുതൽ പിടിക്കുമോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും അൻവർ കൂടുതൽ വോട്ട് പിടിക്കില്ല എന്ന് പറയും. ചില ആളുകൾ പറയും അൻവർ കൂടുതൽ വോട്ട് പിടിക്കും. പക്ഷെ അതിനെല്ലാം അവർക്ക് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ LDF എന്തുകൊണ്ട് ജയിക്കും, അല്ലെങ്കിൽ LDF എന്തുകൊണ്ട് പുറകോട്ട് പോകും, UDF എന്തുകൊണ്ട് ജയിക്കും, അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുള്ള, നിലപാടുകളുള്ള, അങ്ങനെ വീറും വാശിയും എല്ലാം ചർച്ചയാകുന്ന ഒരു മണ്ഡലത്തിന്റെ പരസ്യപ്രചരണത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഇനി 20 മിനിറ്റുകൾ മാത്രമാണ് ഇതിന്റെ പരസ്യപ്രചാരണത്തിനുള്ളത്. 20 മിനിറ്റുകൾ കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തകർ വീടുകളിലേക്ക് മടങ്ങും. അവരുടെ പ്രവർത്തകർ നാളെ മുതൽ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിനായി അവരുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളെ കാണും, സ്ഥാനാർത്ഥികൾ സ്വകാര്യ വ്യക്തികളെ കാണും, വോട്ട് ഒന്നുകൂടി ഉറപ്പിക്കും. അങ്ങനെ എല്ലാവിധ പ്രചാരണ രീതികളും ഇവിടെ പ്രയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ പരസ്യ പ്രചാരണത്തിന്റെ സമാപനമാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇനിയുള്ളത്. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ആവേശം ഒട്ടും ചോരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷവും പങ്കുവെക്കാനുള്ളത്. നമ്മളോടൊപ്പം ലിജോ കൂടി ചേരുകയാണ്. ലിജോ, വലിയ ആവേശമാണ്, മഴ പെയ്തിട്ടും ആവേശം ചോരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മഴയ്ക്ക് വലിയ ആവേശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഴ മാറി നിന്ന് കൊടുത്തേക്കാണ് ഇത്രയും നേരം. ഏതാണ്ട് 2 മണി തൊട്ട് 4 മണിക്കൂറാവുകയാണ് ഈ ആവേശ പോരാട്ടം. ഇതുപോലെ നിന്ന് നൃത്തം ചെയ്യുകയും മുദ്രാവാക്യം വിളിക്കുകയും അത്രമേൽ ശബ്ദമുഖരിതമായൊരു സ്ഥലത്ത് ഇതേപോലെ നിൽക്കുക. കുട്ടികളുമായി വന്ന സ്ത്രീകൾ, കൈക്കുഞ്ഞുങ്ങളുമായി വന്ന സ്ത്രീകൾ മുതൽ പ്രായമുള്ള ആളുകൾ, അങ്ങനെ പെൺകുട്ടികൾ, നൃത്തം ചെയ്യുന്ന നിരവധി പെൺകുട്ടികളൊക്കെയുള്ള വലിയൊരു സന്തോഷകരമായിട്ടുള്ള, ആവേശകരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോകുന്ന അവസാന മിനിറ്റുകളാണ്. ഏതാണ്ട് 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രാവശ്യത്തെ മുന്നണികളെ സംബന്ധിച്ച് ശ്വാസം വിടാനൊരു സമയം കിട്ടുന്ന സമയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത്രമേൽ ആവേശത്തിൽ നിലമ്പൂർ അങ്ങാടി ഇപ്പോഴും ശബ്ദമുഖരിതമായി ഏതാണ്ട്
4 മണിക്കൂറായി നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആളുകൾ കൂടി വരുന്നു. എല്ലാ മേഖലകളിൽ നിന്നും നിലമ്പൂർ അങ്ങാടിയിലേക്ക് മുന്നണികളിലും പ്രവർത്തകരും അണികളും എല്ലാവരും കേന്ദ്രീകരിക്കുന്ന അവസാന മിനിറ്റുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വോട്ടുറപ്പിക്കുക, ഞങ്ങൾ ശക്തരായി നിൽക്കുന്നു എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ബലാബലം കാണിക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടി എല്ലാ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. LDFന്റെയും UDFന്റെയും ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പോരാട്ടമാണ് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ PV അൻവർ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് വോട്ടുറപ്പിക്കാൻ കഴിയാവുന്നിടത്ത് എല്ലാം പോയി വോട്ടുറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ ബലാബലം തീർച്ചയായും ഒരു ശക്തമായ പോരാട്ടം നടക്കുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPIM-ഉം വളരെ ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന്റെ അവസാന മണിക്കൂറുകളിലും ആ ബലാബലം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. UDFനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ വളരെ ശക്തമായ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഗുണവും ലഭിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. UDF അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവരെ സംബന്ധിച്ച് UDFന് മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ അവർ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ച് നിൽക്കുകയും അവിടെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഇത്തവണ നിയമസഭയിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസും UDFും ഉള്ളത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു. പുതിയ നേതൃത്വത്തിന്റെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ VD സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ മറ്റ് യുവ നേതാക്കൾ എല്ലാവരും ചേർന്നിട്ടുള്ള മറ്റൊരു നിര. അങ്ങനെ വളരെ ശക്തമായ പോരാട്ടം മുസ്ലിം ലീഗിന്റെ വളരെ സമുന്നതരായ നേതാക്കളും അതോടൊപ്പം തന്നെ അണികളും പ്രവർത്തകരും യുവ നേതാക്കളും CK ഫിറോസിനെ പോലുള്ള യുവ നേതാക്കളും ഒക്കെ ചേർന്ന വലിയൊരു സംഘം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനത്തിൽ അവർക്ക് ഗുണം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോഴാണ് M സ്വരാജിനെ പോലെ ഏറ്റവും സ്വാധീനമുള്ള CPM-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ സെക്രട്ടേറിയറ്റ് അംഗം ആയിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജിനെ കളത്തിലിറക്കി ഈ മണ്ഡലം പിടിക്കാൻ ശ്രമിക്കുന്നത്. PV അൻവർ 9 വർഷം ഇടതുപക്ഷ MLA ആയിരുന്നു. അവിടെ നിന്ന് അൻവർ രാജിവെച്ച് പോകുന്നതോടുകൂടി ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ CPM അരയും തലയും മുറുക്കി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നു. വളരെ ശക്തമായൊരു പോരാട്ടം നടത്തുന്നതിനായി ഏറ്റവും പ്രധാനപ്പെട്ട നിലമ്പൂരിൽ തന്നെ ജന്മദേശമായുള്ള M സ്വരാജിനെ ഇറക്കുന്നു. അതോടുകൂടി പോരാട്ടം കനക്കുന്നു. അതിനിടയിലാണ് രാജിവെച്ച MLA PV അൻവർ വീണ്ടും മത്സരിക്കാനെത്തുന്നത്. എന്തിനാണോ അൻവർ രാജിവെച്ചത് ആ കാരണങ്ങളൊന്നും LDFിൽ നിന്നോ UDFിൽ നിന്നോ നേടിയെടുക്കാൻ കഴിയാതിരുന്ന അൻവർ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിക്കുകയും തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായിരുന്ന അൻവർ അവിടെ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. പത്രിക ചിഹ്നത്തിൽ അൻവർ മത്സരിക്കുന്നു. അതോടുകൂടി പോരാട്ടം വീണ്ടും കനക്കുന്നു. അടിയൊഴുക്കുകൾ ഇതിലെല്ലാം ഉണ്ടാകാം. ആർക്കൊക്കെ വോട്ടുകൾ മറിയാം, ഏത് മുന്നണിയിൽ നിന്നാണ് അൻവർ വോട്ടുകൾ ചോർത്തുക തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖല കേന്ദ്രീകരിച്ച് വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇപ്പോൾ അൻവറിന്റെ ഭാഗത്തു നിന്ന് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തരത്തിലൊരു പോരാട്ടം അവിടെ നടക്കുന്നു. അങ്ങനെ എല്ലായിടത്തും കൃത്യമായ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. SDPIയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. കഴിഞ്ഞ തവണ 3000-ലധികം വോട്ട് പിടിച്ച SDPIക്ക് സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ വോട്ടുകൾ മാറിയും മറിഞ്ഞും ഒക്കെ പോകുന്ന അടിയൊഴുക്കുകൾ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളതാണ് നമുക്ക് ഈ നിലമ്പൂർ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.